സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന പച്ചയേലം അതിന്റെ കൃഷിക്കും വിളവെടുപ്പിനും കഠിനാധ്വാനം ആവശ്യമുള്ളതിനാൽ ലോകത്തിലെ ഏറ്റവും ചെലവേറിയ സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാണ്. ചെറിയ ഓവൽ ആകൃതിയിലുള്ള കായ്കൾക്കുള്ളിലെ വിത്തുകളിൽ നിന്നാണ് ഈ സുഗന്ധവ്യഞ്ജനം ഉരുത്തിരിഞ്ഞത്. ഇതൊരു പ്രത്യേക സിട്രസ് രുചിയും മധുരമുള്ള രുചിയും സുഗന്ധവും നൽകുന്നു. തിരഞ്ഞെടുത്ത പ്രദേശങ്ങളിലാണ് ഏലം വളരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ ഇത് തഴച്ചു വളരുന്നത്. പച്ചയേലം കൃഷി ചെയ്യുന്നത് വളരെ നീണ്ട ഒരു പ്രക്രിയയാണ്. നടീലിനു ശേഷം ചെടികൾ പാകമാകാൻ കർഷകർക്ക് 3 വർഷം കാത്തിരിക്കേണ്ടി വരും. വിളവെടുപ്പ് സീസൺ ജൂലൈ മുതൽ ഫെബ്രുവരി വരെയാണ്. പക്ഷേ എല്ലാ കായ്കളും ഒരേ സമയം പാകമാക്കില്ല. അതിനാൽ പഴുത്ത കായ്കൾ തിരിച്ചറിയാൻ പരിശീലനം നേടുന്ന വിദഗ്ധ തൊഴിലാളികൾ ആവശ്യമാണ്. ഓരോ ചെടിയും പരമാവധി 10 കായ്കൾ വരെ വിളവ് നൽകുന്നു. വിളവെടുപ്പിന് ശേഷം കായ്കൾ അഴുകുന്നത് തടയാനും അവയുടെ രുചിയും തിളക്കമുള്ള പച്ച നിറവും നിലനിർത്താനും ഏകദേശം 18 മണിക്കൂർ ഉണക്കണം. ഇത് അവയുടെ വിപണി മൂല്യത്തിന് നിർണായകമാണ്. ഉണങ്ങിയതിനു ശേഷം കായ്കൾ വൃത്തിയാക്കി തരംതിരിക്കുന്നു. ചെറുതും ഗുണനിലവാരം കുറഞ്ഞതുമായ കായ്കൾ വേർതിരിക്കുന്നു. തുടർന്ന് ഓരോ കായ്കളും വലുപ്പം, ഭാരം, നിറം എന്നിവയെ അടിസ്ഥാനമാക്കി തരംതിരിക്കുന്നു. വലുതും പച്ചപ്പുള്ളതും വിത്ത് നിറഞ്ഞതുമായ കായ്കളാണ് ഏറ്റവും വിലപ്പെട്ടവ. വിളവെടുത്ത ഏലത്തിന്റെ ഒരു പ്രധാന ഭാഗം, പലപ്പോഴും 6 മാത്രം വിപണനയോഗ്യമായി യോഗ്യത നേടുന്നു.